കുറേ നാൾക്ക് ശേഷം സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും തടിയം പെട്ടി. സാംസങ് F13 പെട്ടിക്കകത്ത് ഫോണിന്റെ അടിയിൽ ചാർജർ ആൻഡ് USB Type A to Type C കേബിൾ, മുകളിലായിട്ട് ഡോക്യുമെന്റേഷൻ, സിം എജക്ടർ ടൂൾ, പേപ്പർ വർക്ക്സ്. ഒരു 15 വാട്ടിന്റെ ചാർജർ കുത്തിക്കയറ്റാനായിട്ട് പെട്ടി വലുതാക്കിയത് നല്ല കാര്യം. ഈ കാണുന്നതാണ് നമ്മുടെ സാധനം. ഫിംഗർ പ്രിന്റ് ഒക്കെ പുറകെ പിടിക്കാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂവ് ഒക്കെ ഉള്ളൊരു ഡിസൈനാണ് ബാക്കി കൊടുത്തേക്കുന്നത്. യെസ്, പ്ലാസ്റ്റിക് ആണ്. ബാക്ക് മാത്രമല്ല, ഫോണിൽ യൂണി ബോഡി എന്ന് വേണമെങ്കിൽ പറയാൻ, ചുറ്റും പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. ലേശം തടിയനാണ്. 9.3 മില്ലിമീറ്റർ ആണ് ഇവൻ്റെ തടി ആൻഡ് വെയിറ്റ് ഉണ്ട് 207 ഗ്രാം ആണ്. പക്ഷേ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം യൂണിഫോം ആയിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, താഴെയായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രില്ല്, Type C പോർട്ട്, മൈക്രോഫോൺ, 3.5 mm ജാക്ക്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും അതിൻ്റെ താഴെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും, ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ ആണ്. ഡബിൾ സിം പ്ലസ് 1 മെമ്മറി കാർഡ്. സോ ഹൈബ്രിഡ് സ്ലോട്ട് അല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് മെമ്മറി കാർഡും കൂടി ഇടാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയാണ് ചുറ്റുമുള്ള ഓവർവ്യൂ. ഇനി ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സൽ എന്ന് പറയപ്പെടുന്ന ഒരു പ്രൈമറി ക്യാമറ, ഒരു 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും ഒരു ഫ്ലാഷുമാണ്. ആൻഡ് താഴെ എംബോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സാംസങ് എന്നും എഴുതിയിട്ടുണ്ട്. ഫിസിക്കൽ ഓവർവ്യൂ. ഓക്കെ, നിങ്ങളോട് ഒരു ചോദ്യം. അതായത് നോർമലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾ എന്ത് തരം ഡിസ്പ്ലേ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്? പൊതുവേ ഈ പ്രൈസ് പോയിന്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് AMOLED സ്ക്രീനുകളും അതേപോലെ ഹൈ റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈവൻ ഇതിൻ്റെ മുന്നത്തെ വെർഷൻ ആയിട്ടുള്ള F12ലും നമുക്ക് ഹൈ റിഫ്രഷ് ആയിട്ട് കിട്ടിയിരുന്നു. F12നകത്ത് പക്ഷേ HD ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ എന്തോ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഫുൾ HD പ്ലസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യം. പക്ഷേ ഡിസ്പ്ലേ ഫുൾ HD പ്ലസ് ആണ് ആൻഡ് റിഫ്രഷ് റേറ്റ് 60 Hz ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഡ്യൂ ഡ്രോപ്പ് നോച്ച് വരുന്ന സാധാരണ സാംസങ് ഫോണുകളിലൊക്കെ TFT ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇതിനകത്ത് PLS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേ കൊള്ളാം. അതായത് നിങ്ങൾ ഈ ഒരു ഡിസ്പ്ലേ അവർ സാംസങ്ങിൻ്റെ കളർ കാലിബ്രേഷൻ ഒക്കെ കാരണം കുറച്ചുകൂടെ പഞ്ചിയാണ്. ഈവൻ വ്യൂയിങ് ആംഗിൾസും ഇപ്രാവശ്യം നല്ലതാണ്. ഔട്ട്ഡോറിലായാലും വിസിബിലിറ്റി, ബ്രൈറ്റ്നസ് ഒക്കെ നല്ലതാണ്. ഓവറോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ AMOLEDും 90 Hz ഒക്കെ കിട്ടിയില്ല എങ്കിലും ഫുൾ HD പ്ലസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നുണ്ട്. അതും അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നുണ്ട്. കൊള്ളാം. ഡിസ്പ്ലേ കൊള്ളാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചുറ്റും നല്ല തിക്കായിട്ടുള്ള ബെസലുണ്ട് ആൻഡ് താഴെ നല്ലൊരു ചിഹ്നം കൂടെയുണ്ട്. ഈ പ്രൈസ് പോയിന്റുള്ള ഫോണുകളിൽ ഇതേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കൗതുകം ലേശം കൂടുതലാണ്. ഞാൻ ഇതിനകത്ത് യൂട്യൂബിൽ പോയിട്ട് 4K വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. 4Kയിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, പക്ഷേ 1080pയിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഈവൻ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊക്കെ നിങ്ങൾക്ക് HD ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ കാണാനായിട്ട് പറ്റും. നോ പ്രോബ്ലം. കോണ്ടന്റ് പ്ലേ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള മോണോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കേഴ്സിന് ശബ്ദമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഏതോ ഒരു റിവ്യൂവറിൻ്റെ വീഡിയോയിൽ അങ്ങനെ സ്പീക്കർ നല്ല റൗണ്ടാണ്, കാറ്റൊക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വാങ്ങിച്ചിട്ട് സ്പീക്കറിന് സൗണ്ടൊന്നും ഉണ്ടായില്ല എന്ന്. സോ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളമാണുള്ളതെന്ന്. ഇത് ഏറ്റവും കുറവാണ്. ഓക്കെ, അത്യാവശ്യം ഈ പ്രൈസ് പോയിൻ്റ് ഡീസൻ്റ് ആയിട്ടുള്ള ശബ്ദമുള്ളൊരു സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കുഴപ്പമില്ല. സെക്യൂരിറ്റി വൈസ് ഇതിനകത്ത് ഫേസ് അൺലോക്കും അതേപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് തന്നിട്ടുണ്ട്. ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റും അതേപോലെ ഈ ഒരു ഫേസ് അൺലോക്കിൻ്റെയൊക്കെ വേഗത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് പറയാനായിട്ട് പറ്റില്ല കൃത്യമായിട്ട്. കാരണം ചില സമയത്ത് വളരെ പെട്ടെന്നാവുന്നു, ചില സമയത്ത് ഡിലേ വരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞുതരാം. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ. ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ഇത്തരത്തിലായിരിക്കും. 50 മെഗാ പിക്സൽ എന്ന് പറയപ്പെടുന്നു. 50 മെഗാ പിക്സൽ ആണ് എന്ന് എന്താ പറയുക, നിങ്ങൾക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ വീഡിയോസ് 1080p 30 FPS എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. നിങ്ങൾ വീഡിയോ സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു സാമ്പിൾ കാണാം. സാംസങ് F13ൻ്റെ ബാക്ക് ക്യാമറയിലൂടെ എടുക്കുന്നത് 30 FPS ഒരു ഫ്രെയിം റേറ്റാണ് ഫുൾ HDയിൽ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് തന്നെ പറയാം. ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇപ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്ലൂ സ്കൈ ആണ്, പക്ഷെ നമ്മൾ നേരെ പിടിക്കുമ്പോൾ ഫുള്ള് ബ്ലോൺ ഔട്ടൊക്കെ ആയി പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിനുള്ളിലുള്ള മൈക്രോഫോണിൽ കൂടെ തന്നെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. OISും കാര്യങ്ങളൊന്നുമില്ല. സോ നടക്കുമ്പോഴൊന്നും സ്റ്റെബിലിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സോ ഇറ്റ്സ് ആൻ ആവറേജ് ക്യാമറ ഫോർ വീഡിയോ. പിന്നെ ഇതിനകത്തുള്ള 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിലും വീഡിയോ എടുക്കാനായിട്ട് പറ്റും. സെയിമിൽ അതും കൂടെ ഒന്ന് കാണാം. ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് ഫുൾ HDയിൽ അൾട്രാ വൈഡ് ക്യാമറയിലും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഓൾമോസ്റ്റ് സെയിം ഒരു സിഗ്നേച്ചർ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് എല്ലാ ഫോണുകളിലും ഇങ്ങനെ അൾട്രാ വൈഡ് ക്യാമറ വീഡിയോ എടുക്കുന്നൊരു ഫീച്ചർ നമ്മൾ കാണാറില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് വീഡിയോ ക്വാളിറ്റി ലഭിക്കുന്നത്.
മൂന്നാമതായിട്ട് ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഡെപ്ത് ഉള്ള ഫോട്ടോസ് എടുത്ത് നോക്കി. എഡ്ജ് ഡിറ്റക്ഷൻ മുടിയുടെ അവിടെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു 2 മെഗാ പിക്സൽ ക്യാമറയുടെ പെർഫോമൻസ്. ഓവറോൾ ബാക്ക് ക്യാമറ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ഷൂട്ടറാണ്. ആൻഡ് ഫ്രണ്ട് ക്യാമറ പൊതുവേ സാംസങ് ഫോണുകളിൽ ബെറ്റർ ആയിട്ട് ആയിരിക്കും പ്രോസസ് ചെയ്യുന്നത്. ആ ഒരു ബെറ്റർ പ്രോസസ്സിങ് ഇതിലും കാണുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ അങ്ങനെ കുറ്റങ്ങളൊന്നും പറയാനായിട്ട് എനിക്ക് കണ്ടില്ല. ഫ്രണ്ട് ക്യാമറയുടെ ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കാം. വ്ളോഗിങ് കാര്യത്തിന് ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കാമോ എന്ന് വെച്ചാൽ 1080p 30fps എടുക്കാൻ പറ്റും. സാമ്പിൾ കാണാം. സോ സാംസങ് F13 ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1080p 30fps ഇത്തരത്തിലാണ് ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വരുന്നത്. സോ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ല. ഒരു പ്രൈസ് പോയിന്റിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ. 2 വേരിയൻറ്റുകളിലാണ് ഈ ഫോൺ വരുന്നത്. 4GB റാം, 64GB മെമ്മറി, 4GB റാം, 128GB മെമ്മറി. പക്ഷേ ഇവർ പറയുന്നത് 8GB വരെ റാം കിട്ടുന്നുണ്ട് എന്ന്. കാരണം ഇതിനകത്ത് റാം പ്ലസ് എന്ന് പറഞ്ഞ ഫീച്ചർ, അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിനെ 2GB അല്ലെങ്കിൽ 4GB ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ടോട്ടൽ അപ് ടു 8GB എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്തുള്ള സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് eMMC 5.1 ആണ്. സോ eMMC 5.1 എന്ന് പറയുന്നത് നമ്മുടെ UFS 2.1 താഴെ വരുന്ന സ്പീഡ്സ് ഉള്ളൊരു മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ റാം പ്ലസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് നിലനിർത്താനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലാതെ നിങ്ങൾ ഇത് 8GB റാം ഉള്ള ഫോണിൻ്റെ അത്രയും ഒരു പെർഫോമൻസ് ഇതിനകത്ത് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാനതുപോലെ റാം ടൈപ്പ് LPDDR4X ആണ്. നൗ കമ്മിങ് ടു പെർഫോമൻസ്. കഴിഞ്ഞ വർഷത്തെ സാംസങ്ങിൻ്റെ F12 എന്ന് പറഞ്ഞ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ചിപ്സെറ്റാണ് എക്സിനോസിൻ്റെ 850. ഓക്കെ, സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് 850. ഇത്തവണയും സാംസങ്ങിൻ്റെ എക്സിനോസ് 850 ചിപ്സെറ്റ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ആക്ച്വലി സാംസങ്ങിനോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കേണ്ടായി എന്തുകൊണ്ടാണ് ഈ ഒരു 850 ചിപ്സെറ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന്. സോ സാംസങ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സ് കൂടുതലും ആഗ്രഹിക്കുന്നതും കസ്റ്റമേഴ്സ് കൂടുതലും വേണം എന്ന് പറഞ്ഞൊരു പ്രോസറാണ് ഈ ഒരു 850 പ്രോസർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് എന്ന്. അതിനോട് എത്ര ശതമാനം നിങ്ങൾ വ്യൂവേഴ്സ് യോജിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ്, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ക്ഷമയുള്ളവർ മാത്രമേ ഈ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ക്ഷമ അത്യാവശ്യം നല്ല രീതിയിൽ പരീക്ഷിക്കുന്ന രീതിക്കുള്ളൊരു പെർഫോമൻസ് ആണ് ഈ ഒരു പ്രോസറിൽ കാഴ്ചവെക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രായമായിട്ടുള്ളവരൊക്കെ അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ, വളരെ നോക്കിയും കണ്ടുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ ഫാസ്റ്റായിട്ടൊക്കെ ഉപയോഗിച്ച് മൾട്ടി ടാസ്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഒരുപാട് സമയം അവർക്കുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ ആപ്റ്റായിട്ടും, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്ഷമ നല്ലോണം ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫോണാണ് ഈ ഒരു F13. സോഫ്റ്റ്വെയർ സൈഡ് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. 1 UI 4.1 ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കോർ വെർഷനാണ്. 1 UI കോർ, ലോവർ എൻഡ് ഫോണുകളൊക്കെ കോറാണ് കൊടുക്കുന്നത്. ആൻഡ് ഒന്നാമത് ഈ ഒരു 850യുടെ ആ ഒരു പെർഫോമൻസ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറേ ഈ പിസയുടെ മുകളിലൊക്കെ ടോപ്പിക്സ് ഇടുന്നതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കളയാൻ പറ്റില്ല എന്നല്ല, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരുപാട് ബ്ലോട്ട് വെയേഴ്സ് ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് വരുന്ന കിടപ്പുണ്ട്. സോ ഫസ്റ്റ് ഫോൺ മേടിക്കുക, ബൂട്ടപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, നെറ്റൊക്കെ കണക്ട് ചെയ്യുക, ബ്ലോട്ട് വെയർ അൺഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരു പരിപാടി ചെയ്തില്ലെങ്കിൽ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് സെക്യൂരിറ്റി വൈസ് കോംപ്രമൈസ് ഒന്നുമില്ല. നോക്ക് സെക്യൂരിറ്റി ഇതിൻ്റെ കൂടെ അകത്ത് വരുന്നുണ്ട്. ഇനി ബാറ്ററി വൈസ് ഇതിനകത്ത് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. ആൻഡ് ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ 60 Hz അല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ കുറച്ച് പവർ കുറവ് കൺസ്യൂം ചെയ്യുള്ളൂ. പിന്നെ പ്രോസസ്സർ എന്ന് പറയുന്നതും ഹെവി ആയിട്ടുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഫോണിൽ ഒന്നാമതേ ഇതിനകത്ത് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാറ്ററി നിൽക്കും. പക്ഷേ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് 15 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 15 വാട്ടിൻ്റെ ചാർജർ നിങ്ങൾ ഇതിനകത്ത് കുത്തി ചാർജ് 0-ൽ നിന്നും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2.5 to 3 മണിക്കൂറോളം എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചാർജ് ചെയ്യണമെങ്കിൽ കുറേ സമയം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ സമയം കുറേ ഉള്ളവർക്കായിരിക്കും ഈ ഫോൺ ഇഷ്ടപ്പെടുന്നത്. സോ കുറേ സമയം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ മാത്രം ചാർജ് ചെയ്യുക. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് ഡ്യുവൽ സിം ഇടാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ വൈഫൈ ഡ്യുവൽ ബാൻഡ് വൈഫൈ 2.4 GHz 5 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പ്രൈസിംഗ് വരുന്നത് 4GB 64 വേരിയൻറ്റിന് 11,999 rupees ആണ്. പിന്നെ നമ്മുടെ 4GB 128 വേരിയൻറ്റ് വരുന്നത് 12,999 rupees ആണ്. സോ 1000 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് രണ്ട് വേരിയൻസിന് ഇടയിലുള്ളത്. പ്ലസ് മെമ്മറി കാർഡും കൂടി ഇടാൻ പറ്റുന്നുണ്ടല്ലോ. സോ ബേസ് വേരിയൻ്റ് എടുത്ത് മെമ്മറി കാർഡ് ഇടുന്നവർക്കും കുഴപ്പമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു 1000 rupees എക്സ്ട്രാ ഡിസ്കൗണ്ട് ICICI കാർഡ് ഹോൾഡേഴ്സിനും ലഭിക്കുന്നുണ്ട്. അതും വേണമെങ്കിൽ നോക്കാം. സോ ഓവറോൾ നിങ്ങൾ വലിയൊരു ഗെയിമറൊന്നും അല്ല,
പിന്നെ എനിക്ക് ഇന്ത്യൻ ഫോൺ വേണം. ഈ പ്രൈസ് പോയിന്റിൽ ഒരുപാട് നിങ്ങൾക്ക് വേറെ ഫോണുകളും കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള AMOLED സ്ക്രീനുള്ള 90 Hz ഉള്ള ഫോണൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഇന്ത്യൻ ഫോൺ വേണം. ഈ അടുത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്, എനിക്ക് ചൈനീസ് ഫോണുകളൊന്നും വേണ്ട, ഇന്ത്യൻ ഫോൺ മതി എന്ന് നിർബന്ധം പിടിക്കുന്നവർക്കും വലിയ യമണ്ടൻ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തവർക്കും കുറേ നേരം ബാറ്ററി നിൽക്കണം എന്ന ചാർജ് ചെയ്യാൻ കുറേ ഒരു സമയമുണ്ട് എന്നുള്ളവർക്കും ഡെഫിനറ്റായിട്ടും ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കാനാണ് നിങ്ങളുടെ മോഹമെങ്കിൽ കളിക്കാൻ പറ്റും. സബ്വേ സർഫേഴ്സിലൊക്കെ എക്സ്പേർട്ട് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി. സോ നിങ്ങൾക്ക് എന്താണ് F13 ഫോണിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടുള്ള ബെല്ലും ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.